ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും സേഫാണെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമുക്ക് എല്ലാവർക്കും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. കാരണം നിങ്ങളിരിക്കുന്ന സ്ഥലം നിങ്ങൾ സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സേഫായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കുന്നത്. കാരണം നമുക്ക് അടുത്ത മണിക്കൂറുകൾ അല്ല അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സേഫായിട്ടിരിക്കുക. ഇവിടെ കുഴപ്പമൊന്നുമില്ല, സേഫാണ്. മഴയുണ്ട്. ഇന്ന് മഴ വലിയ കാര്യമായിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി ഇങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയും വെള്ളമൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും അല്ല എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേരെ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് ചെയ്യിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മുടെ എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു ഇതില്ലേ അത് മാറ്റിയിട്ട് നമ്മൾ ചായ കുടിക്കും. ഞാൻ പല്ലേക്കാണ് കേട്ടോ ചായ കുടിക്കണേ. നമുക്ക് സത്യസന്ധമായി പറയാമല്ലോ, ഞാൻ പല്ലേക്കാതാണ് ചായ കുടിക്കുന്നത്. പാൽ ചായ ആയിരിക്കും മിക്കവാറുള്ളത്, അത് ഞാൻ കുടിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പല്ലൊക്കെ തിരിച്ചിട്ട് നമുക്ക് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് കഴിക്കണം. അപ്പോൾ എന്തായാലും രാവിലെ എനിക്കങ്ങനെ ഒരു രാവിലെ തന്നെ നമ്മൾ പല്ലൊക്കെ കേൾക്കാതെ ചായ കുടിക്കാം. അതാണ് നമുക്കൊരു ബെഡ് കോഫി കുടിക്കുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചായ കുടിക്കാറ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാൻ പല്ല് തേക്കും, എന്നിട്ടായിരിക്കും ചിലപ്പോൾ ചായ കുടിക്കുന്നത്. കാരണം അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോകാനുള്ളതുകൊണ്ട് നമ്മൾ എല്ലാം ഓരോ സ്റ്റെപ്പായിട്ടൊക്കെ പോകും. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ സമയമില്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ചുമ്മാ ഫേസ് വാഷ് ഇടുന്നില്ല, അത് കുറച്ച് നേരം കഴിഞ്ഞൊക്കെ ഇടുള്ളൂ. ഇപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് മാത്രം ഫേസ് വാഷ് ചെയ്യും. കാരണം നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് വന്നതിൻ്റെ ഉറക്കപ്പീച്ചൊന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് ചായ കുടിക്കും. അപ്പോൾ നമുക്ക് ചായ കുടിക്കുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് പുറത്തോട്ടിറങ്ങി സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് കുടിക്കാൻ ഓർത്തു കേട്ടോ. കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നമുക്ക് ചായ കുടിക്കാമെന്ന് ഓർത്ത് ഞാൻ പുറത്ത് വന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അധികം മഴ പെയ്യുന്നു. മഴയാണ് ഗൈസ്, മഴ. വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മഴയെന്നാണല്ലോ വലിയ മഴകൾ വരുന്നത്. അങ്ങനെ പല്ലൊക്കെ തേച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചേക്കാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയാട്ടോ. പൊറോട്ട നമ്മുടെ മറ്റേ ഹാഫ് കുക്കാണ്. വലിയ സുഖമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ട നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത ഭയങ്കര മുറ്റ് സാധനമായിരുന്നു. ഷോക്കായിരുന്നു. വലിയ കുഴപ്പമില്ല, എന്നാലും കഴിച്ചു. അപ്പം ചിക്കൻ കറി ഇവിടെ അമ്മ ഉണ്ടാക്കിയതാണ്. സാമ്പാർ ഇതും അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പം സാമ്പാർ ശകലം ഒഴിച്ചു. എനിക്കിങ്ങനെ എന്തെങ്കിലും കറിയായിട്ട് കൂട്ടി കഴിക്കണം. കാരണം ഒന്നാമത് പൊറോട്ട ഭയങ്കര മുറ്റ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കറിയൊന്നും ഒഴിച്ചില്ലെങ്കിൽ അത് സോഫ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ചു. ഭയങ്കര ഇതാണ് പോരാനൊക്കെ. കറി പൊറോട്ട ഒക്കെ അടിച്ചെടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും കഴിച്ചേക്കാം. പിന്നെ പുറത്ത് പോകുന്നതല്ലേ, ഇനിയിപ്പോൾ എപ്പോഴാണ് ഫുഡ് കഴിക്കണമെന്ന് എനിക്കത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ 2 എടുത്തു. പിന്നെ ചെറിയ പൊറോട്ടയല്ലേ, അപ്പം എന്തായാലും കഴിച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് നേരം ഇങ്ങനെ അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട്, ടി വിയും കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അമ്മയുണ്ട്, അമ്മയുടെ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ സമയം പോകും. അമ്മയുടെ പറഞ്ഞപ്പോൾ ചിരിച്ചാട്ടോ. അപ്പോൾ അടുത്ത അമ്മ ഉണ്ടാവും. അപ്പോൾ അമ്മയോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഇരിക്കും. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ ഒന്നും കുടിക്കത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ചായ കുടിച്ചതല്ലേ. ചിലപ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു കട്ടനൊക്കെ ഞാൻ ചിലപ്പോൾ കുടിക്കും, പക്ഷേ ഇപ്പോൾ കുടിച്ചില്ല കേട്ടോ. അപ്പം പൊറോട്ടയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കണം. ഇന്ന് തല കഴുകുന്നില്ല എന്ന് വെച്ചു. കാരണം അന്ന് എനിക്ക് ബാക്ക് ഇട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല, ബോഡി വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ്, നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ കുളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് റെഡിയാകണം, പുറത്തൊക്കെ ഒന്ന് പോകണം. അപ്പം എന്തായാലും പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ.
അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു ഡേ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം കവറിങ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ ഞാൻ വേറെ പരിപാടികളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഫോണിലായി കളിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് പോകാൻ വേണ്ടി ഞാൻ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ കടയിൽ ഇങ്ങനെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് മെയിനായിട്ട് പോകാൻ വേണ്ടി ഇരുന്ന സ്ഥലം ഇതാട്ടോ, നമ്മുടെ ബാസ്കിൻ റോബിൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വെറൈറ്റി ഐസ്ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാട്ടോ ഓർഡർ ചെയ്തത്. നമ്മളൊരു സ്ട്രോബെറി ആൻഡ് ബട്ടർ സ്കോച്ചിൻ്റെ ഏതോ ഫ്ലേവറാണ്. ഞാനാകെ ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്. എനിക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. സ്ട്രോബെറി എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ സ്ട്രോബെറിയും പിന്നെ ഒരു ബ്ലൂബെറിയുടെയും ഇതായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് അവർ തന്നത് ഇതായിപ്പോയി. എന്തായാലും പോട്ടെ, കിട്ടിയത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയ കൊണ്ട് ഓണം എന്ന രീതിയിൽ ഞാനിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഞാനും ഉണ്ട്, അമ്മയുണ്ട്. ഒരെണ്ണം വാങ്ങിയോളൂ, കാരണം അമ്മ കുറച്ച് കഴിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരെണ്ണം തന്നെ ധാരാളം. പിന്നെ നല്ല റേറ്റ് ഉണ്ട് കാരണം അമ്മ എനിക്ക് വീഡിയോ എടുത്തതന്നെ. അതിനിടയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ക്യാമറ പോയി. അപ്പം അമ്മ മര്യാദയ്ക്ക് പിടിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണ്. കഴിഞ്ഞോ? ഞാൻ കേട്ടോ പേപ്പർ താ. അങ്ങനെ നമ്മളിത് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട്. പകുതി എത്തുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ മഴ പെയ്യും. എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഞാനിപ്പം ടൗൺ വരെ പോകാനാണ് പറഞ്ഞത്. ടൗൺ പോയിട്ട് നമ്മുടെ വീട്ടിലെത്തിയില്ല. ഇപ്പം ഇവിടെ അത്യാവശ്യമായിട്ട് അമ്മയ്ക്കൊരു അത്യാവശ്യമായിട്ട് കാര്യത്തിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോയേക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്തിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അമ്മ വന്ന വരെ പോസ്റ്റായിട്ട് അടിച്ചാൽ വന്ന വഴിക്ക് മഴ പെയ്താൽ ഞാൻ കോട്ട് എടുത്തിട്ടേക്കുവാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്താലെന്ന് ഓർത്തും കോട്ടൊന്നും ഓടിയില്ല കേട്ടോ. ഇത് കണ്ടൊക്കെ ഒരു വലിയ ചക്ക അതിടയ്ക്ക് ഇങ്ങനെ ഓരോ മസ്തിൽ വരുമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും, നമ്മളെ ശല്യം ചെയ്യാനായിട്ട് അതങ്ങനെ ഇരിക്കും. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ അമ്മ വന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പം അമ്മ വരാൻ വെയിറ്റ് ചെയ്യാം. വീട്ടിൽ പോയിട്ട് അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്നു മടുത്തു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. നമ്മൾ TV വെച്ചിട്ടുണ്ട്, ന്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. വയനാടിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം കുറച്ച് മീൻ നന്നാക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ നത്തോലി എന്ന് പറയുന്നവരുണ്ട്, ഒഴുകാന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എളുപ്പമല്ലേ, എളുപ്പത്തിൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നന്നാക്കിക്കൊണ്ടിരുന്നു. ഇനി ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം പോയി കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് വിളക്ക് വെക്കാനുണ്ട്. അപ്പോഴത്തേനും വിളക്ക് വെക്കാനൊക്കെ സമയമാവും. അപ്പോഴത്തേനും ഇതെല്ലാം പെട്ടെന്ന് കഴിയണം കേട്ടോ. അപ്പോൾ ഞാനത് വെട്ടി വൃത്തിയാക്കി വെച്ചു. അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടി മുളക് തിരുമ്മി വറക്കാൻ വേണ്ടി മുളകൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ നല്ല അടിപൊളി മോരുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലി നമ്മുടെ പുറത്തൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. മഴ പെയ്യുന്നുണ്ട്, വീണ്ടും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ആകെ പൊറോട്ട കഴിച്ചിട്ടും പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചതും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് വേണ്ടല്ലോ എന്ന് വെറുതെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ഫുഡ് കഴിക്കാത്രേ ഉള്ളൂ. പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കഴിക്കാനിരുന്നു.
അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡ് ചോറ്, മീൻ വറുത്തതുണ്ട്, പിന്നെ മോര് കറിയുണ്ട്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇനി ഉണ്ടാവില്ല. ഫുഡ് കഴിക്കും, ഇനിയിപ്പം കുറച്ച് നേരം എന്തെങ്കിലും ഫോൺ കളിക്കുകയോ അല്ലെങ്കിൽ ടി വി കാണുമോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം മോര് കറിയൊക്കെ ഒഴിച്ച് മോര് കറി ഒഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി. എനിക്കിങ്ങനെ കുറുകിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറുകിയിരിക്കുന്നത് ഇഷ്ടമാണ്. ഇതിപ്പോൾ കാളനായിട്ട് നമുക്ക് കൂട്ടാം, അങ്ങനെ ഒരു ഇതാണ് ഇരിക്കണേ. പിന്നെ മീൻ വറുത്തതുകൊണ്ട്, മീൻ വറുത്ത് പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് ഫേവറേറ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പുറത്ത് അച്ഛനിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കും. അമ്മ ഓൾറെഡി നേരത്തെ കഴിക്കും, കാരണം അമ്മയ്ക്ക് മെഡിസിനൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അമ്മ നേരത്തെ കഴിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ചേട്ടനുണ്ടാവും. ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് വടിയൊക്കെ ഉണ്ടാക്കിയിരുന്ന് കഴിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയെല്ലാം തീരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ പാത്രമൊക്കെ തേച്ച് വെച്ചു. ഇനിയിപ്പം വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പക്ഷെ മെയിനായിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു മെയിൻ ഹോബിയാണിത്, ലുഡോ കളിക്കും. പണ്ട് കൊറോണ ആയിരുന്നപ്പോഴാണോ അതോ പ്രളയമായിരുന്ന കൊറോണ ആയിരുന്ന സമയത്താണ് തോന്നുന്നത്, ഇത് ഭയങ്കര ട്രെൻഡിങ് സാധനമായിരുന്നു, എല്ലാവരും ഇരുന്ന് കളിക്കുമായിരുന്നു. അന്നൊന്നും ഞങ്ങൾ കളിക്കില്ലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ലുഡോ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഇത്ര അഡിക്റ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനും അമ്മയും ഭയങ്കര അഡിക്റ്റ്. അപ്പോൾ ഞാനും അമ്മയും ഇരുന്ന് അങ്ങനെ കളിച്ചു. അങ്ങനെ ലുഡോ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകും. അമ്മ പോയി കിടന്നുറങ്ങി, ഞാൻ കിടക്കാൻ വേണ്ടി തുടങ്ങി. സമയം ഏകദേശം ഒരു 11:30 ഒക്കെ ആറായി. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.